കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് അവധിയായിരുന്നു. അതുകൊണ്ട് എല്ലാം മറന്നുപോയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സദാ ശിവമായിരിക്കണം. സദാശിവം. ഞാൻ അതാണ് ഇതാണ് എന്ന ഭാവത്തിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, പണക്കാരനാണ്, സുന്ദരനാണ്, സ്വാമിയാണ് എന്നൊക്കെയുള്ള ധാരണയിലാണ് ഓരോരുത്തരുടെ ഇരിപ്പ്. സ്വാമിയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് തത്വമറിയാത്ത സ്വാമിയാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല. തത്വമറിയുന്ന ഗൃഹസ്ഥനാണെങ്കിൽ തത്വമറിയാത്ത സ്വാമിയേക്കാൾ ഉന്നതനാണ്. വേഷമല്ല പ്രധാനം, അറിവാണ് പ്രധാനം. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല. ഈ ശരീരത്തിൽ തന്നെ ഉണ്ടായി നിലനിന്ന് മറയുന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കെല്ലാം സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ നാം ജീവിച്ചിട്ടുണ്ടോ അതിനെല്ലാം സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ പരമസത്യം, പരമ്പൊരുൾ, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന നിങ്ങളിലെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ, അതിൻ്റെ പ്രതിബിംബമാണ് തന്നിലെ ഞാൻ. നമ്മളെല്ലാവരും ഞാൻ ഭാവത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വിട പറയേണ്ടി വരികയും ചെയ്യും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അമേരിക്കൻ അടുത്ത പ്രസിഡൻ്റ് ആകാൻ യോഗ്യതയുള്ള ട്രംപിൻ്റെ അടുത്ത സുഹൃത്ത്, ചെറുപ്പക്കാരൻ, 31 വയസ്സ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കഴുത്തിൽ വെടിയേറ്റു തീർന്നു. 31 വയസ്സ്. അപ്പോൾ എപ്പോഴാണ് ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് പിരിയാനുള്ളത്? അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണ്. ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉറപ്പ്. എന്നാൽ നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മരിക്കുന്നതിന് മുൻപ് മരിക്കാതിരിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്ക്, ഇനി മറ്റൊരു ശരീരത്തിലേക്ക് ജനിക്കാതിരിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്ക് നമ്മെ ഉദ്ധരിപ്പിക്കുക, ഉയർത്തുക. അതാണ് മോക്ഷം. നിസ്സാരം, വളരെ നിസ്സാരം. ഒരു കർമ്മവും ചെയ്യണ്ട, നിങ്ങൾ ഒരിടവും അലഞ്ഞു നടക്കണ്ട. അറിവ് മാത്രം മതി. എന്താ അറിയേണ്ടത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയല്ല, കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല എന്നൊക്കെ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ പോലുമല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ നമ്മുടെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ളത്, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ. അത് വളരെ ബൃഹത്തായതുകൊണ്ട് അതിനെ തന്നിലെ താൻ എന്ന് ബഹുമാന പുരസ്സരം നമ്മൾ വിശേഷിപ്പിക്കുന്നു. തന്നിലെ താൻ ഞാൻ തന്നെയാണ്, പക്ഷേ തന്നിലെ താൻ.
ഞാൻ ഈ ശരീരത്തിൽ മാത്രം. പക്ഷേ തന്നിലെ താൻ, തൻ്റെ യഥാർത്ഥ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം ഈ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള സർവ ശരീരങ്ങളിൽ കൂടിയും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നുപോയി എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം, തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ. ആ അറിവിലേക്ക് നിങ്ങൾ ഉണരുകയാണെങ്കിൽ ഞാനെന്ന് പറയുന്ന ഭാവത്തിലുള്ള കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല നിങ്ങൾ. പിന്നെ നാമരൂപരഹിതമായി എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, ആ സർവേശ്വര ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന അറിവിലേക്ക് നിങ്ങൾ ഉണരണം. അതിനു വേണ്ടിയാണ് ഇവിടെ ഈ സത്സംഗം നടക്കുന്നത്. അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. അതൊരു ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. വാസുദേവ സർവമിതി, വാസുദേവൻ എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം, ആ ശ്രീകൃഷ്ണ സ്വരൂപം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഇപ്പോൾ അതിനുള്ള ആഘോഷങ്ങൾ നടക്കാൻ പോവുകയാണ്, ഘോഷയാത്ര നടക്കാൻ പോവുകയാണ്. അദ്ദേഹം അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഗീത എല്ലാം അടങ്ങിയിട്ടുണ്ട്, സർവവും. ആ ഗീതയാണ് നമ്മളിവിടെ ആധാര വസ്തുവായിട്ട് നിരന്തരം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. സമം സർവേഷു ഭൂതേഷു. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പട്ടിയെന്നോ പൂച്ചയെന്നോ വൃക്ഷമെന്നോ ചെടിയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്നത്. അതാണ് എന്നിലെ താൻ, യഥാർത്ഥ ഞാൻ എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എന്നാണോ ഉണരുന്നത് അന്നു മാത്രമേ നിങ്ങൾ ആധ്യാത്മികതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കാണാതെ പഠിച്ചാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണരണം. ഈ പറഞ്ഞ ഒരു സെൻറ്റൻസ്, ഇപ്പോൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഉപനിഷത്തിൻ്റെയും ആവശ്യമില്ല, ഒരു വേദത്തിൻ്റെയും ആവശ്യമില്ല. എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന, എന്നിലെ ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും സാക്ഷിയായിരിക്കുന്ന, ഈ ജന്മത്തിനും ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി ഞാൻ കടന്നു വന്നിട്ടുണ്ടോ ആ ജന്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് ഏകമായിട്ടുള്ള ഈശ്വരൻ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ആ നിർഗുണസ്വരൂപം, അതാണ് തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആരാണോ അതിനെ കാണാതെ കാണുന്നത്, യഃ പശ്യതി, അതിനെ ആരാണോ കാണുന്നത് അവനാണ് കാണേണ്ടതിനെ കാണുന്നത്. യഃ പശ്യതി സഃ പശ്യതി. തിയേറ്ററിലെ തിരശീലയുടെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനാധാരമായിരിക്കുന്ന തിരശീലയെ
ഭാവന ചെയ്ത് കാണാൻ കഴിയുന്നത് പോലെ ഇതിനെ കാണണം. അവിടെ തിരശ്ശീല മാത്രമാണ് സത്യം. അടച്ചു മൂടിയ ഒരു ഹാളിനകത്ത് സ്ക്രീനിൽ പടം ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രൊജക്ടറിൽ കൂടി വരുന്ന ചെറിയ വെളിച്ചത്തിലൂടെ ആ ചിത്രങ്ങൾ മുഴുവനും അതിനകത്തു കൂടി കടന്നു വന്ന് തിരശ്ശീലയിൽ വിന്യസിക്കപ്പെടുന്നു. അതേ സമയത്ത് അതിനേക്കാൾ വലിയ ഒരു പ്രകാശം കടന്നു വരികയാണെങ്കിൽ, വാതിൽ തുറക്കപ്പെടുകയാണെങ്കിൽ, ഹാളിലെ വാതിൽ തുറക്കപ്പെടുകയാണെങ്കിൽ വലിയ വെളിച്ചം കടന്നു വന്നാൽ ഇത് ഇല്ലാതായി പോകും. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ അറിവിലേക്ക് നമ്മുടെ ശ്രദ്ധ എന്നാണോ ഉണരുന്നത്, അതിനെന്താ ഒന്ന് കേൾക്കണം, ഒന്ന് കേൾക്കാനുള്ള അവസരമുണ്ടാകണം, അത്രമാത്രം. സഹസ്രാണാം മനുഷ്യേഷു കശ്ചിത് എതത് സിദ്ധയെ എതദാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആ തത്വരൂപത്തിൽ ഇതാണ് തത്വരൂപം, തത്വം. അതാണ് നിങ്ങൾ. ഏത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. അതിനെ കേട്ട് 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 അറിഞ്ഞറിഞ്ഞ് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പടത്തിനാധാരമായിരിക്കുന്ന വസ്തു തിരശ്ശീലയാണ് എന്ന് ബോധിച്ച് ആ ബോധത്തോടുകൂടി പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തിരശ്ശീലയെ ഭാവനയിലൂടെ കാണുന്നത് പോലെ ഈ സാക്ഷി ചൈതന്യത്തെ നിങ്ങൾ ഈ ലൗകിക ജീവിതത്തിൽ ജാഗ്രത അവസ്ഥയിൽ നാമരൂപാദികളായ ചിത്രങ്ങൾ ആ വസ്തുവാകുന്ന തിരശ്ശീലയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വസ്തുവിനെ നിങ്ങൾ കാണാതെ കാണണം. ദാറ്റ് ഈസ് ദ ടെക്നിക്ക്. വേറൊരു തരത്തിലും നിങ്ങൾക്കത് കിട്ടുകയില്ല. എത്ര കാലം നിങ്ങൾ ഭജന പാടിക്കൊണ്ടിരുന്നാലും അതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. എന്തെല്ലാം കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഇതൊന്നും കർമ്മത്തിലൂടെ കിട്ടേണ്ടതല്ല. ചില ആളുകൾ വിചാരിക്കും, സ്വാമി ഇവിടെ പറഞ്ഞിട്ടങ്ങ് പോകുന്നു, ഒരു കർമ്മവും ചെയ്യാൻ പറയുന്നില്ലല്ലോ, എന്തിനാ കർമ്മം ചെയ്ത് കിട്ടേണ്ടതല്ലല്ലോ ഇത്. എന്ത് കർമ്മം ചെയ്ത് കിട്ടാനുള്ളതാണ്? നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ട് നിങ്ങൾ അറിയാതിരിക്കുന്ന വസ്തു, അതേത് കർമ്മം ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്? ഒരു കർമ്മം ചെയ്താലും കിട്ടുന്നതല്ല. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ വസ്തുവിലേക്ക് ഉണർന്നിട്ടില്ല, അന്യ വിഷയങ്ങളിലാണ് നിങ്ങളുടെ ശ്രദ്ധ ഉണർന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബോധവാനായി ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ അന്യ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ട്, അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, അനന്യചേതാഹ യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. നിത്യയുക്തസ്യ, സദാ നിത്യവും, യുക്തസ്യ അതുമായിട്ട് യോജിച്ചിരിക്കുന്ന. എങ്ങനെയാണ് യോജിച്ചിരിക്കുന്നത്? ആ അറിവ് നിലയിൽ തന്നെ ആരാണോ സദാ വർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വർത്തിക്കുന്നത്? ഭാവത്തിലൂടെ. ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ ഒന്നുമല്ല ഞാൻ, ജാതി നീതി കുലഗോത്ര ദൂരകം, അല്ലേ? ആ ചൈതന്യ സ്വരൂപം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി ഭാവയ ആത്മനി. തന്നിൽ അതിനെ ഭാവന ചെയ്യുക. ഭാവത്തിലൂടെ ഞാൻ അതാണെന്ന് ബോധിച്ച് സദാ ആ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുക, ഉദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ആധ്യാത്മികത. അതിനൊന്നും കാണാതെ പഠിക്കണ്ട. ഈ അറിവ് നില സദാ തന്നിൽ നിലനിർത്തുക, എപ്പോഴും 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 എവിടെയും. ഒരു കാമുകൻ ഏതവസ്ഥയിൽ എത്ര ദൂരെ ഇരുന്നാലും അവൻ്റെ മനസ്സ് എപ്പോഴും കാമുകിയെക്കുറിച്ച് കാമുകിയയിൽ തന്നെ ഇരിക്കുന്നത് പോലെ
ഒരമ്മ എത്ര ദൂരെ ജോലിക്ക് പോയാലും ആ അമ്മയുടെ കുഞ്ഞിൽ തന്നെ അമ്മയുടെ ശ്രദ്ധ ഉണർവോടുകൂടി ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഏതവസ്ഥയിൽ കഴിയുന്നവരായാലും ഓരോരുത്തർക്കും കർമ്മഫലാനുസാരം പല പല അവസ്ഥകളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥകളാണ്. ചിലർക്ക് സുഖകരമായ ജീവിതം, ചിലർക്ക് ദുഃഖകരമായ ജീവിതം. ഇതൊക്കെ കർമ്മഫലാനുസാരം സംഭവിച്ചിട്ടുള്ളതാണ്. അതിൽ മറ്റുള്ളവർക്ക് പങ്കില്ല. അവരവരുടെ കർമ്മഫലാനുസാരം ആ ഫലം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഏതൊരാളിനാണോ ഈ അറിവിലേക്ക് ഉണരുന്നതിനുള്ള ആ മഹത് സന്ദർഭം കിട്ടുന്നത്, നിങ്ങളെത്രയോ ഭാഗ്യവാന്മാർ, കിട്ടിയിരിക്കുന്നു ഈ അവസരം. എന്താ കിട്ടിയിരിക്കുന്നത്? കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താ കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താണെന്ന് കേട്ടാൽ മാത്രം പോരാ, ആ കേട്ട കാര്യത്തെക്കുറിച്ച് ബോധവാനായി അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തി അതുമായിട്ട് യോജിപ്പിച്ച് ഏകീഭവിപ്പിക്കണം. നദി സമുദ്രവുമായിട്ട് ചേരുന്നത് പോലെ അല്ലേ? യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ. ആരാ വിദ്വാൻ? കുറേയൊക്കെ കാണാതെ പഠിച്ചുകൊണ്ട് നടക്കുന്നവനല്ല വിദ്വാൻ. ഈ കേട്ട കാര്യം ആരാണോ സദാസമയവും തൻ്റെ ശ്രദ്ധയിൽ ഉണർവോടുകൂടി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അവനാണ് വിദ്വാൻ. അല്ല കുറേ കാണാതെ പഠിച്ച് പണ്ഡിതനെയല്ല വിദ്വാൻ എന്ന് പറയുന്നത്. ഞാൻ ഇതല്ല, ഈ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ. ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഈ ദുർഗാനന്ദ സരസ്വതി എന്ന നാമരൂപധാരിക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അത് ദുർഗാനന്ദ സരസ്വതി അല്ല. അതിന് നാമവുമില്ല, രൂപവുമില്ല. അതാണ് എന്നിൽ കൂടിയും അവനിൽ കൂടിയും അവളിൽ കൂടിയും ഹിന്ദുവിൽ കൂടിയും വേശ്യയിൽ കൂടിയും പതിവ്രതയിൽ കൂടിയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ നടക്കുന്ന ബിഗ് ബോസിൽ ഒരു സംസാരമുണ്ടായി. അതിനകത്ത് ലെസ്ബിയൻ വിഭാഗത്തിൽപ്പെട്ട 2 പേർ പങ്കാളികളായിട്ടുണ്ട്, അംഗങ്ങളായിട്ടുണ്ട്, കളിക്കാരായിട്ടുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ട് കുറേ ആളുകൾ അതിനകത്ത് കളിക്കാനായിട്ട് വന്നു. അവരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം ആ ലെസ്ബിയൻ കുട്ടികളെക്കുറിച്ച്, ആ 2 കുട്ടികളുടെ പേര് ആദില, നൂറ. സ്വാമി ഇതൊക്കെ കാണുമോ? ഇതൊക്കെ ഉണ്ടാല് നിങ്ങൾ റോഡിലൂടെ ഇറങ്ങിയാൽ എല്ലാം കാണുന്നില്ലേ? സ്വാമി കണ്ണെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. എല്ലാം കാണണം, എല്ലാം അറിയണം, ഒന്നുമായിട്ടും ചേരരുത്. രാമകൃഷ്ണദേവൻ പറയുന്നത് പോലെ ചേർമീൻ ചെളിയിലാണ് കഴിയുന്നത്, പക്ഷേ അതിൻ്റെ ശരീരത്തിൽ അല്പം പോലും ചെളി പറ്റുകയില്ല. അതുപോലെ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട്, ഭാര്യ, ഭർത്താവ്, മക്കൾ, അമ്മായി, അമ്മ എല്ലാവരുമായിട്ടും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ഇവരോടെല്ലാം ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, ഇവർക്ക് വേണ്ടിയെല്ലാം സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇവരുടെ എല്ലാം ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്ന, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും ചീത്ത മാത്രം പറയുന്ന അംഗങ്ങൾക്കിടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ അല്ല യഥാർത്ഥ ഞാൻ.
ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി. അതിന് ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, ഒന്നുമില്ല. തന്നിലെ താൻ, തന്നിലെ ഞാനായിരിക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം ഉള്ളൂ. നിങ്ങൾ ഞാനായിട്ടിരുന്നു കൊണ്ട്, അതാണ് ദി ആർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി, ആർട്ട് ഓഫ് ലിവിങ്. എങ്ങനെ ജീവിക്കണം? ഞാനായിട്ട് ജീവിക്കണം. ഞാനായിട്ട് ജീവിക്കുമ്പോൾ ഭാര്യ, ഭർത്താവ്, കുടുംബം, മക്കൾ എല്ലാവരുടെയും നടുക്ക് എല്ലാവർക്കും വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അനവധി പ്രയാസങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ അറിവിലേക്ക് നിങ്ങൾ ഉണർന്നിട്ടുള്ളവളാണെങ്കിൽ ഇതെല്ലാം ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതേ അല്ല. ഞാനെന്ന് പറയുന്നത് എന്നിലെ ഞാനല്ല, ഞാനെന്ന് പറയുന്നത് എന്നിലെ താനാണ് എന്നുള്ള അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മികതയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ വേഷവും കെട്ടി താടിയും വളർത്തിയൊക്കെ വെച്ചുകൊണ്ട് നടക്കാനേ ഒക്കൂ. നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കുമ്പോഴും എല്ലാവർക്കും വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിപ്പിച്ച് ആ താൻ ഭാവത്തിലേക്ക് ഉയർത്തി നിർത്തിയിട്ടുള്ള ആളാണെങ്കിൽ, ആ താൻ ഭാവത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ ഭാവത്തിൽ നിങ്ങൾ പ്രവർത്തന നിരതരായിരിക്കും. ഒരിക്കലും അത് മറക്കരുത്. താൻ ഭാവത്തിലേക്ക് നിങ്ങളെ ഉയർത്തി നിർത്തിയിരിക്കുമ്പോഴും നിങ്ങളിലെ ഞാൻ ഈ ശരീരപതനം സംഭവിക്കുന്നത് വരെ ഞാൻ ഭാവത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അപ്പോഴും ഞാൻ ഭാവത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഭാവത്തിൽ ഇല്ലാതിരിക്കണം. ഞാൻ ഭാവം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയെ താൻ ഭാവത്തിലേക്ക് ഉയർത്തി, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ വെളുത്ത സ്ക്രീനിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചിത്രം കാണുകയില്ല. നിങ്ങളുടെ ദൃഷ്ടിയിൽ ചിത്രം ഉണ്ടായിരിക്കുകയില്ല. അല്ലേ? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ചിത്രങ്ങൾ, മോഹൻലാലിൻ്റെ ചിത്രം, ഇങ്ങനെ അടി ബഹളം, ഇതൊക്കെ ഏറ്റവും പുതിയ സിനിമ എന്താണ്? ഹൃദയപൂർവം. കണ്ടില്ല, തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാറില്ല. ഇനി കാണാനുള്ള മനസ്സാന്നിധ്യമില്ല. ഏതോ ഒരു സിനിമ കാണാൻ പോയി, പകുതിയായപ്പം ഞാൻ എഴുന്നേറ്റ് പോയി. ആ കാണാനുള്ള മനസ്സാന്നിധ്യമില്ല. നല്ലൊരു സിനിമ കാണാനാണ് പോയത്. തുടരും, അല്ലേ? അതൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ആ സ്ക്രീനിനെ ആയിരിക്കും കാണുന്നത്. തിയേറ്ററിലിരുന്ന് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളിവിടെ പറയുന്നില്ല, പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ക്രീനിനെ നിങ്ങൾ കാണാതെ കാണണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. നമ്മളും അവിടെ ഇരുന്ന് പടം തുടങ്ങുമ്പോൾ സ്ക്രീനിനെ കാണാൻ തുടങ്ങും. പിന്നെ അവിടെ ആ പടം കാണുന്നത് ആലോചിച്ച് നോക്കൂ. കാരണം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ഉണർന്ന് നമ്മൾ സദാസമയവും നമ്മളെ അതിൽ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതാകാൻ പറ്റൂ, അതിലേക്ക് ഉയരാൻ പറ്റൂ. വാചകം കൊണ്ട് അതാകാൻ പറ്റത്തില്ല, അല്ലേ? പറ്റുമോ? വാചകം അടിച്ചാൽ അതാകാൻ പറ്റത്തില്ല. നിങ്ങളുടെ അറിവ് നില അതിലേക്ക് മാറിക്കൊണ്ടേയിരിക്കണം. ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അതിനെ
ലൗകികതയുടെ നടുവിലിരുന്നു കൊണ്ട് അതിനെ കാണാതെ കാണുന്നത് എങ്ങനെയാണ്? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിരശീലയെ മാത്രം കാണാൻ ശ്രമിക്കുന്നത് പോലെ, വെള്ളത്തിരശീലയെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീട്ടിൽ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ക്രീനിനെ മാത്രം കാണാനുള്ള കണ്ണ് തുറന്നു വെച്ചുകൊണ്ട്, കണ്ണടച്ചോണ്ടല്ല, കണ്ണ് തുറന്ന് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വെളുത്ത തിരശീലയെ കാണാതെ മനോമുകുരത്തിൽ കൊണ്ടുവരണം. അതുപോലെ എന്നിലെ ഞാനായിട്ട് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഞാനിനെയും നിലനിർത്തിക്കൊണ്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ താൻ തിരശീല, ആ ആധാര ചൈതന്യം, ആ ഈശ്വര ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ബോധിച്ച് സദാസമയവും ആരാണോ തൻ്റെ ശ്രദ്ധയെ അതുമായിട്ട് യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, അവൻ അതായിത്തീരും. അവൻ മാത്രമേ അതായിത്തീരൂ. ദറ്റ് ഈസ് ദ മാർഗം. ആധ്യാത്മികതയിലേക്ക് എളുപ്പവഴി എന്താണ്? ഇതാണ് എളുപ്പവഴി. എളുപ്പവഴി. ഒന്നും കാണാതെ പഠിക്കണ്ട, ഒന്നും കളയണ്ട. ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, കുടുംബം കളയണ്ട, ജോലി കളയണ്ട. എല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇതുമായിട്ടൊക്കെ പ്രവർത്തന നിരതനായിരിക്കുന്ന ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉറങ്ങാതെ എന്നിൽ ഉണർവോടുകൂടി ഇരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് അഹം സാക്ഷി ഇതി വിദ്യാത് വിവിച്യ ഏവം പുനഃ 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 പുനഃ. വീണ്ടും വിചാരം ചെയ്യണം. അഹം സാക്ഷി ഇതി വിദ്യാത് വിവിച്യൈവം പുനഃ പുനഃ സ ഏവ മുക്തഃ സ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. എത്ര എളുപ്പം. ഒന്നും കാണാതെ പഠിക്കാൻ പറയുന്നില്ല, ഒരു കർമ്മവും ചെയ്യാൻ പറയുന്നില്ല. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണരുക മാത്രമേ വേണ്ടൂ. 72ാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അദ്വൈതാനുഭൂതി. ജീവേശ്വരാദിഭാവേന ഭേദം പശ്യതി മൂഢധീ നിർഭേദേ നിർവിശേഷേ അസ്മിൻ കഥം ഭേദോ ഭവേത് ധ്രുവം. നിർഭേദേ നിർവിശേഷേ, യാതൊരു ഭേദവുമില്ലാത്ത, യാതൊരു പ്രത്യേകതകളുമില്ലാത്ത ആ തന്നിലെ താനിൽ, ആ ബ്രഹ്മത്തിൽ, ആ ഈശ്വര ചൈതന്യത്തിൽ. ആ ബ്രഹ്മം തന്നെയാണ് മായയുമായിട്ട് ചേർന്ന് ഈശ്വരനായിട്ടും അവിദ്യയുമായിട്ട് ചേർന്ന് ജീവനായിട്ടും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാമരൂപാദി പ്രപഞ്ചമായിട്ടും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ആ പരമ്പൊരുൾ, ആ ബ്രഹ്മം. അതിലേക്കാണ് നാം നമ്മെ ഉയർത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയർത്താനുള്ള മാർഗമാണ് പറയുന്നത്. തന്നിലെ താൻ ആരാ? ഈശ്വരൻ. നിങ്ങൾ ആരാ? ഈശ്വര ചൈതന്യം. തത് ത്വമസി. നീ അതാകുന്നു. ബ്രഹ്മം എവിടെ? എന്താകുന്നു? നീ അതാകുന്നു. ഞാനിൽ നിന്ന് നിങ്ങൾ താനിലേക്ക് ഉയരുമ്പോൾ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് ഉയരുന്നു. ഈശ്വരഭാവത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ജീവൻ ഈശ്വരനായിട്ട് മാറി ഈശ്വരൻ ബ്രഹ്മമായിട്ട് മാറുന്നു. മായയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
മായ മറഞ്ഞു പോകും അറിവ് നിലയിൽ. അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ജ്ഞാനയോഗം. കർമ്മയോഗം, ഭക്തിയോഗം എല്ലാം നല്ലതാണ്. കർമ്മയോഗവും ഭക്തിയോഗവും ഒക്കെ ചിത്തശുദ്ധികരങ്ങളാണ്. അതിലൂടെയൊക്കെ ആർജിക്കുന്നത് എന്താ? ചിത്തശുദ്ധി. വസ്തുസിദ്ധി എവിടുന്നാണ്? ജ്ഞാനയോഗത്തിലൂടെ. എന്താ എങ്ങനെയാ സിദ്ധമാകുന്നത്? വസ്തുസിദ്ധി എങ്ങനെയാ ഉണ്ടാകുന്നത്? നിത്യസിദ്ധമായിരിക്കുന്ന വസ്തു സിദ്ധിക്കേണ്ടതായിട്ടുള്ളത് അല്ല എന്ന അറിവ് നിലയിലേക്ക് ഉണരുന്നതാണ് വസ്തുസിദ്ധി. പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുന്നതല്ല, പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടാനുള്ളതുമല്ല. നിത്യപ്രാപ്തമായ വസ്തു ഇനി എങ്ങനെയാണ് കിട്ടേണ്ടതായിട്ടുള്ളത്? ആത്മാ തു സതതം പ്രാപ്തഃ അപി അപ്രാപ്തവത് അവിദ്യയാ. അവിദ്യ കാരണം പ്രാപിക്കപ്പെടാത്തതുപോലെ കാണപ്പെടുന്നു, അറിയപ്പെടുന്നു. തന്നാശേ, ആ അജ്ഞാനം നശിക്കുമ്പോൾ പ്രാപ്തവദ്ഭാതി സ്വകണ്ഠാഭരണം യഥാ. അല്ലേ? കഴുത്തി കിടക്കുന്ന മാല അരിയാട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ മാലയെ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇല്ലേ? അരിയാട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാർക്കറിയാം. അരിയാട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കഴുത്തി കിടക്കുന്ന മുത്തുമാല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്ത് പുറകോട്ടങ്ങിടും. അല്ലേ? എടുത്ത് പുറകോട്ടങ്ങിടുമ്പോൾ പിന്നെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ പുറകെ കിടന്നേ ആടുകയുള്ളൂ, മുൻപിലൊന്നും കാണില്ല. കുറേ നേരം കഴിയുമ്പോഴാണ് മാല കാണാനില്ല, മക്കളെ കുളിമുറിയിൽ നോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ മാല അന്വേഷിക്കാൻ തുടങ്ങും. അപ്രാപ്തവത്. അതാണ് ആത്മാ തു സതതം പ്രാപ്തവത്. സദാ പ്രാപ്തമായ വസ്തുവാണ് ആ ആത്മചൈതന്യമെങ്കിലും നമ്മൾ എല്ലാവരും അപ്രാപ്തവത്, പ്രാപിക്കപ്പെടാത്തതുപോലെ, പ്രാപിക്കപ്പെടാത്തവനെ പോലെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ അറിവിലേക്ക് നിങ്ങൾ ഉണർന്നാൽ സ്വകണ്ഠാഭരണം യഥാ. ആ മാല അപ്പം മക്കൾ പറഞ്ഞു, അമ്മയ്ക്ക് കണ്ണു കണ്ടൂടെ? മാല കഴുത്തി കിടക്കുകയല്ലേ. ആ മക്കളെ, അമ്മ എടുത്ത് പുറകോട്ട് വലിച്ചിട്ടതാണ്. അല്ലേ? അതുപോലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കും അതുപോലെ ശരിയാണല്ലോ, എന്നിലെ ഞാൻ തന്നെയാണ് എന്നിലെ താനായിട്ട് ഉയരുന്നത്, എന്നിലെ താൻ തന്നെയാണ് നിരാകാര ബ്രഹ്മമായിട്ട് മാറുന്നത്. എന്നിലെ താൻ സാകാര ബ്രഹ്മം, ഈശ്വരൻ, മായോപഹിത ചൈതന്യം, ജീവൻ, അവിദ്യോപഹിത ചൈതന്യം. അതുതന്നെയാണ് നാമരൂപാദി പ്രപഞ്ചമായിട്ട് വികസിച്ച് നിൽക്കുന്നത് നമ്മുടെ അജ്ഞാനം കാരണം. അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്, ജീവേശ്വരാദിഭാവേന. ജീവൻ, ഈശ്വരൻ, ആദി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, നാമരൂപാദി പ്രപഞ്ചം. ജീവൻ, ഈശ്വരൻ, ഈ നാമരൂപാദി സഹിതമായ ഈ പ്രപഞ്ചം മുഴുവനും ഭേദം പശ്യതി മൂഢധീ. ആ ഏകമായ വസ്തുവിൽ, ഏകോ ദേവഃ, ആ ബ്രഹ്മത്തിൽ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ വസ്തുവിൽ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിനഃ. അതിനെ കാണാൻ ആർക്ക് കഴിയുന്നു? അവനാണ് സമദർശിയാകുന്നത്. ഏതിനെ? തന്നിലെ തന്നെ കാണുന്ന അവസരത്തിൽ ആ തന്നിലെ താൻ തന്നെയാണ് അവനിൽ കൂടിയും അവളിൽ കൂടിയും മറ്റ് ചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്നത് എന്നറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ബോസിലേക്ക് വീണ്ടും വരുന്നു. ബിഗ് ബോസിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു കളിക്കാരി പറഞ്ഞത്, ആ ഗേ
2 സ്ത്രീകൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് കഴിയുന്നു. 2 പെൺകുട്ടികൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരെ കുടുംബത്തിൽ നിന്നൊക്കെ ഇറക്കി വിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെയാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലും എടുത്തിരിക്കുന്നത്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ കളി ഇങ്ങനെ ഏതാണ്ട് 37 ദിവസം എങ്ങാണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു കളിക്കാരി പറഞ്ഞത്, എനിക്കിവിടെ നിന്ന് ഈ പെൺകുട്ടികളുമായിട്ട് കളിച്ച് അവരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അവർ ആരുടെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തി. അതിനെതിരായിട്ട് കേരളം മുഴുവനും ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലാണ് അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അവതാരകനായിട്ട് ഇരിക്കുന്നത്. മോഹൻലാലൊക്കെ അതിന് എതിരായിട്ട് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ട് സംസാരിച്ചു. കളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ആവശ്യപ്പെട്ടു. മതിയാക്കി ഇറങ്ങിപ്പോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടും അവരിറങ്ങിപ്പോയിട്ടില്ല. എന്താ അതിപ്പം ഇവിടെ പറഞ്ഞത്? ആ ഏകമായ വസ്തു, നമ്മുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ, എന്നിൽ കൂടിയും അവനിൽ കൂടിയും അവളിൽ കൂടിയും പതിവ്രതയിൽ കൂടിയും വേശ്യയിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്ന ആ ചൈതന്യം ഏകം, ആ അറിവിലേക്ക് ഉണരാത്തത് കൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു പ്രസ്താവന ആ പെൺകുട്ടിയിൽ നിന്ന്, സ്ത്രീയിൽ നിന്ന് ഉണ്ടായത്. അത് തെറ്റാണ്, അറിവില്ല. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഏകമായ വസ്തു, അത് പട്ടിയിൽ കൂടിയും പൂച്ചയിൽ കൂടിയാണെങ്കിലും എല്ലാത്തിൽ കൂടിയാണെങ്കിലും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര ചൈതന്യം, ആ സർവേശ്വര ചൈതന്യം സർവചരാചരങ്ങളിൽ കൂടിയും, അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കൂ നമ്മുടെ സനാതന മതത്തിൻ്റെ മഹത്വം. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ ഒന്നിനെയും വേർതിരിച്ച് മാറ്റിയിട്ടില്ല. നമ്മളെല്ലാവരെയും ഏകമായിട്ട് നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് സനാതന ധർമ്മം. സനാതന മതത്തിൻ്റെ മഹത്വം അതാണ്. വേറെ ഏത് മതം പറയുന്നുണ്ട്? ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇവിടെ ഒരു വ്യത്യാസവുമില്ല. പട്ടിയെന്നോ പൂച്ചയെന്നോ മൃഗമെന്നോ പക്ഷിമൃഗാദികളെന്നോ വൃക്ഷലതാദികളെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരെയും ഏകഭാവത്തിൽ കാണുന്ന ഒരു മതമാണ് സനാതനധർമ്മം, സനാതന മതം. അതാണ് ഭാരതത്തിൻ്റെ മതം. ആ മതത്തിൽ വന്ന് ജനിക്കാനും ജീവിക്കാനും സാധിച്ചിരിക്കുന്നത് മഹാഭാഗ്യം കിട്ടിയവർക്ക് മാത്രമാണ്. നമ്മളെല്ലാം ആ ഗണത്തിൽപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ അറിവിലേക്ക് ഉണരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു മുസൽമാനെ വേറെയായിട്ട് കാണുന്നില്ല, ക്രിസ്ത്യാനിയെ വേറെയായിട്ട് കാണുന്നില്ല, കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? എന്നിലെ താൻ തന്നെയാണ് മുസൽമാനിൽ കൂടിയും കടന്നു പോകുന്നത്. ഞാൻ തന്നെയാണ് മുസൽമാനിൽ കൂടിയും കടന്നു പോകുന്നത്. എന്നിലെ ഞാൻ തന്നെയാണ്, എന്നിലെ താൻ തന്നെയാണ് ക്രിസ്ത്യാനിയിൽ കൂടിയും കടന്നു പോകുന്നത്, വേശ്യയിൽ കൂടിയും കടന്നു പോകുന്നത്, പതിവ്രതയിൽ കൂടിയും കടന്നു പോകുന്നത്, സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ഏകമായ ചൈതന്യം. അതാണ് ഈശ്വര ചൈതന്യം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ. എല്ലാ ഭൂതങ്ങളിലും, ഭൂതമെന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്, എല്ലാം ഉണ്ടായിട്ടുള്ള സർവ്വതിലും. ഇപ്പം ചൊവ്വയിലായാലും ശരി, ബുധനിലായാലും ശരി, വ്യാഴത്തിലായാലും ശരി, എവിടെയെല്ലാം ജീവജാലങ്ങളുണ്ടോ അവിടെയെല്ലാം. ഇപ്പം കഴിഞ്ഞ ദിവസം ചൊവ്വയിലെ ചിത്രങ്ങളൊക്കെ കാണിച്ചു നോക്കിയപ്പം നമ്മുടെ ഭൂമി പോലെ തന്നെ ഇരിക്കുന്നു, ഭൂമിയിലെ പാറകൾ പോലെ തന്നെ ഇരിക്കുന്നു.
അവൻ്റെ വണ്ടി ഓടിയ ഇത് കാണുന്നു. അവരിറങ്ങിയ വണ്ടി ഓടിയ ചക്രം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയോ അകലെ 225 മില്യൺ കിലോമീറ്റർ അകലെ ഉള്ള ചൊവ്വയിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഇന്നലെ കണ്ടു. അപ്പോൾ ഇതുപോലെ ഏതെല്ലാം ഗ്രഹങ്ങൾ, ഇത് ഒരു സൂര്യൻ്റെയും ആ സൂര്യനെ ചുറ്റിയുള്ള സൗരയൂഥത്തിൻ്റെയും കാര്യങ്ങളാണ്. ഇതുപോലെ കോടാനുകോടി സൂര്യന്മാരുണ്ട്, കോടാനുകോടി സൗരയൂഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് കവി പാടിയിരിക്കുന്നത് അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തു നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. അതിപ്പോഴാണ് ബിഗ് ബോസ് എന്ന് വരുത്തി പറഞ്ഞത് അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. നോക്കൂ, മനുഷ്യൻ എത്ര സങ്കുചിതമായിട്ടാണ് ചിന്തിക്കുന്നത്. ആ സ്ത്രീകൾ അങ്ങനെ ആയിരിക്കുന്നത് അവരുടെ ശാരീരിക ഘടന കൊണ്ടാണ്. അവരങ്ങനെ ജനിച്ചിട്ടുള്ളവരല്ല. അവരുടെ ശാരീരിക ഘടന അനുസരിച്ച് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുമായിട്ട് ഇഷ്ടം തോന്നുന്നു, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അത് ജന്മസിദ്ധമായിട്ടുള്ള ശാരീരിക ഘടന കൊണ്ടുണ്ടാകുന്ന ഒരാകർഷണമാണ്. അതിനവരെ കുറ്റം പറയാൻ പാടില്ല. ജെൻഡേഴ്സായിട്ട് ജനിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ പാടുണ്ടോ? നമ്മുടെ മക്കൾ അങ്ങനെ ജനിച്ചുകൂടെ? അതുകൊണ്ട് ആ തരത്തിലുള്ള വേർതിരിവുകളൊന്നും പാടില്ല. അതൊക്കെ അറിവില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തയല്ല വേണ്ടത്. നമ്മൾ ആ സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ ഏകമായ വസ്തു എന്നിൽ കൂടിയും കടന്നു പോകുന്നു. എനിക്ക് ആത്മസാക്ഷാത്കാരം വേണമെന്നുണ്ടെങ്കിൽ ആത്മസാക്ഷാത്കാരം എങ്ങനെയാണ് കിട്ടുന്നത്? ഇനി ജനിക്കാതിരിക്കണം. ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മരിക്കുന്നതിന് മുൻപ് ഇനി ജനിക്കാതിരിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മളെ ഉദ്ധരിപ്പിച്ചിരിക്കണം. ദാറ്റ് ഈസ് ആത്മസാക്ഷാത്കാരം. അതെങ്ങനെയാണ് സംഭവിക്കേണ്ടത്? അറിവിലൂടെ. എന്താ അറിവ്? നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇവിടെ പറഞ്ഞത് തന്നെയാണ് അറിവ്. എത്രയോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. എങ്കിലും ചിലരൊക്കെ കമൻറ്റിൽ എഴുതാറുണ്ട്, സ്വാമി ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന്. ഈ ഒറ്റ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആവർത്തിച്ച് ലക്ഷം പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ പറയുന്നത്? നിങ്ങൾ ഈ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, ആ താൻ എന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ഏകമായ ചൈതന്യം, അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യപൂർവ്വം നിങ്ങൾ പറയണം, കണ്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല എന്നല്ല പറയേണ്ടത്. എങ്ങനെയാ കണ്ടിട്ടുള്ളത്? എന്നിലെ താൻ, എന്നിലെ ഞാൻ സത്യമാണെങ്കിൽ ഞാൻ തന്നെയാണ് എന്നിലെ താനായിട്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണ് താൻ. ആ താൻ തന്നെയാണ് ഈശ്വരൻ. എന്നിൽ താനായിരിക്കുന്ന ആ തത്വം, അതാണ് ഈശ്വരൻ. അതറിയാത്തതുകൊണ്ട് അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്പിത. ഈശ്വരന് പല രൂപങ്ങളൊക്കെ കൽപ്പന ചെയ്തിരിക്കുന്നു.
ചിലർക്ക് സ്ത്രീ രൂപത്തിലുള്ള ഈശ്വരിയെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പുരുഷ രൂപത്തിലുള്ള ഈശ്വരനെ ആയിരിക്കും ഇഷ്ടം. മറ്റേ ഗേ കപ്പിൾസ് പറഞ്ഞപ്പോൾ സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ ആകർഷണം തോന്നി അവർക്കൊന്നിച്ച് ജീവിക്കാൻ അവർ തീരുമാനിക്കുന്നു. അതുപോലെ ചിലർക്ക് സ്ത്രീ രൂപത്തിലുള്ള ദേവതയായിരിക്കും ഇഷ്ടം, ചിലർക്ക് പുരുഷ രൂപത്തിലുള്ള ദേവതയായിരിക്കും ഇഷ്ടം. അങ്ങനെയാണ് പുരുഷ രൂപങ്ങളും സ്ത്രീ രൂപങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവീ ദേവന്മാരൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈശ്വരൻ പല ബ്രഹ്മ, വിഷ്ണു, ശിവൻ, ഇങ്ങനെ ഗണപതി, ദേവി, സരസ്വതി, ലക്ഷ്മി, ഇങ്ങനെ അനവധി രൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് മനുഷ്യരുടെ ഇച്ഛാനുസാരം ഉണ്ടായിരിക്കുന്നു. ആരുടെ ഇച്ഛാനുസാരം? തന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുന്ന ജീവഭാവത്തിനനുസരിച്ച് ജീവൻ തന്നിലെ ദേവനെ തിരിച്ചറിയാതിരിക്കുന്ന സമയം, തന്നിലെ ദേവനാരാണ്? തന്നിലെ താൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം തൻ്റെ ഉള്ളിലിരിക്കുന്നു. തന്നിലെ താൻ ഞാൻ തന്നെയാണ്. തന്നിലെ താൻ, അതാണ് ഈശ്വരൻ. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിൽ മാത്രമല്ല, നിങ്ങളിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിൽ ഞാൻ കാണുന്നു. അത് അനവധിയായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഒരേ ചന്ദ്രൻ, ഒരേ സൂര്യൻ ഏത് പ്രകാരമാണോ അനവധി ജലാശയങ്ങളിൽ പലതായിട്ട് കാണപ്പെടുന്നത്, അതുപോലെ ഓരോരുത്തരുടെയും അന്ധകരണത്തിൽ ആ ഏകമായ വസ്തു പലതായിട്ട് കാണപ്പെടുന്നു. ആ വസ്തു ഏകം. അതാണ് പറഞ്ഞത്, ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. അപ്പം അങ്ങനെയുള്ള ജീവേശ്വരാദിഭാവേന ഭേദം പശ്യതി മൂഢധീ. ശങ്കരാചാര്യസ്വാമികൾ അദ്വൈതാനുഭൂതിയിൽ പറയുന്നത് മൂഢധീ, മൂഢനായ മനുഷ്യൻ. മൂഢർ, ആരെയാ മൂഢനെന്ന് പറയുന്നത്? വസ്തുബോധത്തിലേക്ക് ഉണർന്നിട്ടില്ലാത്തവർ. എന്താ വസ്തു? തന്നിലെ താൻ. ആ വസ്തുബോധത്തിലേക്ക് ഉണർന്നിട്ടില്ലാത്തവർ ജീവ ഈശ്വര പ്രപഞ്ച ജഗത് ഭാവത്തിൽ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഭേദം പശ്യതി മൂഢധീ നിർഭേദേ നിർവിശേഷേ അസ്മിൻ കഥം ഭേദോ ഭവേത് ധ്രുവം. ആ നിർവിശേഷ സ്വരൂപത്തിൽ, ആ നിർവികാര സ്വരൂപത്തിൽ, ആ നിരാകാര സ്വരൂപത്തിൽ എങ്ങനെയാണ് ഈ ഭേദങ്ങളൊക്കെ ഉണ്ടാകുന്നത്? ഉണ്ടാവുകയേയില്ല. അവിടെ ഭേദങ്ങളേ ഇല്ല. ഏതിൽ? എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സർവേശ്വര ചൈതന്യത്തിൽ. മായോപഹിത ചൈതന്യം, അതാണ് സർവേശ്വര ചൈതന്യം. അതിലും ഉയർന്ന നിലയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് എല്ലാമായിട്ടും പ്രകാശിച്ചു നിൽക്കുന്നത്. മണ്ണ് തന്നെയാണ് കുടമായിട്ടും ചട്ടിയായിട്ടും അടപ്പിയട്ടിയായിട്ടും ലോട്ടയായിട്ടും തൊട്ടിയായിട്ടും ബക്കറ്റായിട്ടും ഒക്കെ കാണപ്പെടുന്നത്. എല്ലാം മണ്ണ്. മൃത്തികേത്യേവ സത്യം, മണ്ണു മാത്രം സത്യം. ഇരുമ്പിലുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഏത് വസ്തുവായാലും ശരി, വാളായാലും ശരി, കത്തിയായാലും ശരി, പുളിക്കുത്തിയായാലും ശരി, ഗണ്ണായാലും ശരി, ജന്നലായാലും ശരി, ഇരുമ്പിലുണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളെല്ലാം ആ ലോഹം മാത്രം സത്യം. അതിലെ നാമരൂപങ്ങൾ മിഥ്യ ഉള്ളതേ അല്ല. മണ്ണിലുണ്ടാക്കിയിരിക്കുന്ന ചട്ടി, കലം, അടപ്പിയട്ടി ഇതൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാം നാമരൂപാദികൾ മുഴുവനും മിഥ്യ ഉള്ളതേ അല്ല. അല്ലേ? അതിനേക്കാളും എളുപ്പം നിങ്ങളുടെ കഴുത്തി കിടക്കുന്നത്, കാതി കിടക്കുന്നത്
ഇല്ലേ? അരയിൽ കിടക്കുന്ന അരഞ്ഞാണം, കാലിൽ കിടക്കുന്ന തള, സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളിലെ നാമരൂപാദികൾ ഉള്ളതാണോ? അസത്യം. സത്യമായിട്ടുള്ളത് സ്വർണം മാത്രം. സുവർണാത് ജായമാനസ്യ സുവർണത്വം ച ശാശ്വതം, ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം തഥാ ഭവേത്. സ്വർണത്തിലുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആഭരണങ്ങളിലെ നാമരൂപാദികൾ ഏതു പ്രകാരം അസത്യമാണോ? അല്ലേ? നിങ്ങൾ പറയുന്നത് നോക്കടി, അഡ്യൽ നോക്കടി, കുഞ്ഞിക്കുന്തോ കുരുമണിമാല, എന്തെല്ലാം പറയുന്നു. അഡ്യൽ, മാല, അവലുമാല, തള, വള, കമ്മൽ, ഉഡ്യാണം, കൊണ്ട, അല്ലേ? കൊലുസ്, ഇതിൻ്റെ പേരെന്താ? ഡോലക്ക്, ജിമിക്കി. നിങ്ങൾ എന്തെല്ലാം പേരിട്ടാലും അതിലുള്ള വസ്തു സ്വർണം മാത്രം. അതാണ് ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം തഥാ ഭവേത്. സുവർണാത് ജായമാനസ്യ സുവർണത്വം ച ശാശ്വതം. സ്വർണത്തിലുണ്ടാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആഭരണങ്ങളിലും ശാശ്വതമായിട്ടുള്ള വസ്തു സ്വർണം മാത്രം. അതുപോലെ ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ നാമരൂപാദികൾ മുഴുവനും, ഈ പ്രപഞ്ചത്തിൽ നാമരൂപാദികളായിട്ട് കാണപ്പെടുന്ന സർവവും ബ്രഹ്മം മാത്രം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. പക്ഷേ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആ തത്വത്തിലേക്ക് ഉണരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഉപനിഷത്തുകളെല്ലാം പറയുന്നത്, തേജോബിന്ദു ഉപനിഷത്ത് പറയുന്നത് എന്താണ്? ജീവയേവ സദാ ബ്രഹ്മ സച്ചിദാനന്ദമന്വഹം, ജീവയേവ സദാ ബ്രഹ്മ. ഈ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ഏതുപോലെ വള എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്, തള എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്, അരഞ്ഞാണം എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്. അതുപോലെയാണ് ജീവയേവ സദാ ബ്രഹ്മ. ഈ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. സർവം ബ്രഹ്മമയം പ്രോക്തം സർവം ബ്രഹ്മമയം ജഗത്. ഈ ജഗത്ത് മുഴുവനും, ഈ ജഗത്തെന്ന് പറയുന്നത് ഈ നാമരൂപാദികളായിട്ട് കാണപ്പെടുന്ന സർവവും ബ്രഹ്മം. കട്ടിലും മേശയും കസേരയും മൈക്കും ആ പടവും ഫാനും വണ്ടിയും പാലവും റോഡും ആകാശവും ഭൂമിയും കാറ്റും മഴയും എല്ലാം ബ്രഹ്മം. സർവം ബ്രഹ്മമയം, ബ്രഹ്മം മാത്രം. ഇത് ദഹിക്കുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങളിട്ടിരിക്കുന്ന മാലയും അരഞ്ഞാണവും തളയും വളയും നെക്ലസും കമ്മലും ഡോലക്കും എല്ലാം സ്വർണം തന്നെയല്ലേ? അതിൽ ഉള്ളതുപോലെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന നാമരൂപാദികൾ അസത്യമല്ലേ? അതോ സത്യമാണോ? വള എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അരഞ്ഞാണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യതയുണ്ടോ? നിങ്ങളൊരു പേരിട്ടിരിക്കുന്നു, അത്രമാത്രം. ഞാൻ പണ്ട് ഓഷോയുടെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ഓഷോ ഇതുപോലെ ഭഗവത്ഗീത പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുറേ ചെറുപ്പക്കാർ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, അങ്ങ് കോളേജിലെ ഒരു പ്രൊഫസറല്ലേ, അങ്ങയെ നോക്കി ഈ ചെറുപ്പക്കാർ വന്ന് ഭഗവാൻ രജനീഷ് എന്ന് പറയുമ്പോൾ അങ്ങക്ക് അവരെ തടഞ്ഞുകൂടെ? എന്നെ നിങ്ങൾ ഭഗവാൻ എന്ന് വിളിക്കേണ്ട, ഞാൻ ഓഷോ ആണ് അല്ലെങ്കിൽ രജനീഷാണ് എന്ന് പറഞ്ഞുകൂടെ അങ്ങക്ക്? അവരെ തിരുത്തിക്കൂടെ എന്ന് കുറേ ചെറുപ്പക്കാർ ഓഷോയോട് വന്ന് ചോദിച്ചു. അപ്പോൾ ഓഷോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ തിരുത്താനാണ്? അവർ എന്താണ് പറഞ്ഞത്?
ഭഗവാൻ രജനീഷ് എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നല്ലേ പറഞ്ഞത്? എങ്ങനെ തെറ്റാകുമത്? ഭഗവാൻ രജനീഷ് എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ടിരിക്കുന്ന പേരാണ്. ആദ്യം ആ മാതാപിതാക്കൾ രജനീഷ് എന്ന് ഇടുന്നതിന് പകരം ഗോപാലൻ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾ എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഗോപാലൻ എന്നല്ലേ വിളിക്കൂ. കുട്ടപ്പൻ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ എന്നെ കുട്ടപ്പൻ എന്നല്ലേ വിളിക്കൂ. അപ്പോൾ ആ നാമമെന്ന് പറയുന്നത് അസത്യമാണ്. ഏതും അവിടെ യോജിക്കും, അല്ലേ? ഏതു പേരും അവിടെ യോജിക്കും. പക്ഷേ ഭഗവാൻ എന്ന് പറയുന്നത് അവർ അതിന് മുൻപ് പ്രയോഗിച്ചിരിക്കുന്ന പദം ഭഗവാൻ. ആ ഭഗവാൻ എന്ന് പറയുന്ന പദം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഞാൻ ഭഗവാനാണ്. എന്തുകൊണ്ട്? ഞാൻ എന്നിലെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നിലെ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് സാക്ഷാത്കാരം നേടിയ ഒരാളിൻ്റെ വാക്ക്. ഓഷോ സാക്ഷാത്കാരം നേടിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ ചെറുപ്പക്കാർ പറഞ്ഞിരിക്കുന്നതിൽ ഭഗവാൻ മാത്രമാണ് സത്യം, എന്നിൽ സത്യമായിട്ടുള്ളത് ആ ഭഗവത് തത്വം മാത്രമാണ് സത്യമായിട്ടുള്ളത്. എന്നിലെ രജനീഷ് എന്ന് പറയുന്ന നാമം അസത്യം. ഞാൻ എങ്ങനെയാ പിന്നെ അവരോട് ഭഗവാൻ എന്ന പദം ഉപയോഗിക്കണ്ട എന്ന് പറയുന്നത്? അതുപോലെ നിങ്ങളും നിങ്ങളിലെ സത്യം തിരിച്ചറിയണം. രമണ മഹർഷി, തിരുവണ്ണാമലയിലുള്ള രമണ മഹർഷിയെ ആളുകൾ ചോദ്യം ചെയ്യാനായിട്ട് പല ചെറുപ്പക്കാരും വന്നിരുന്നു. ഒരു ദിവസം കുറേ ചെറുപ്പക്കാർ രമണ മഹർഷിയുടെ മുന്നിലെത്തി നിരന്തരമായിട്ട് അദ്ദേഹത്തെ പരിഹസിച്ചു. നിങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ ദൈവവുമായിട്ട് ദിവസവും 3 മണിക്കൂർ സംസാരിക്കാറുണ്ട് എന്നൊക്കെ നിങ്ങൾ നിരന്തരമായിട്ട് പറയാറുണ്ടല്ലോ, ഞങ്ങൾക്ക് ആ ദൈവത്തെ കാണിച്ചു തരൂ. രമണ മഹർഷി അവരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ നിങ്ങളിവിടെ വരൂ. പറഞ്ഞയച്ചു. പിറ്റേ ദിവസം അവർ അവിടെ വന്നു. കൊടുങ്കാടാണ് തിരുവണ്ണാമല. ആ തിരുവണ്ണാമലയോട് ചേർന്നാണ് ഈ ആശ്രമം, വലിയ ആശ്രമം. യഥാർത്ഥ ജ്ഞാനിയായിരുന്നു അദ്ദേഹം. ഈ വന്ന ആളുകളെയും വിളിച്ചുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് പോയി. ഉൾക്കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ പേപ്പറൊക്കെ മൂടിയിരിക്കുന്ന ഒരു ചെറിയ കുടിലിൽ, ഒരു ഒടിഞ്ഞ കട്ടിലിൽ 2 രൂപങ്ങൾ കിടക്കുന്നു. ഈ വന്ന ആളുകളെ ആ മുറിക്കകത്തേക്ക് വിളിച്ചു കയറ്റി ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഒരക്ഷരം സംസാരിക്കരുത്, അവരെല്ലാം കണ്ടുകൊണ്ട് നിന്നോണം. നോക്കിയപ്പോൾ ആ മുറിക്കകത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു വൃദ്ധയും വൃദ്ധനും കിടക്കുന്നു. കുഷ്ഠരോഗം പിടിച്ചു കിടക്കുകയാണ്. രമണ മഹർഷി അവരുടെ അടുത്തിരുന്ന് ആ കെട്ടുകളെല്ലാം അഴിച്ച് അത് മുഴുവനും വാഷ് ചെയ്ത് അവിടെ മുഴുവനും മരുന്ന് വെച്ച് കെട്ടി ശുദ്ധമാക്കി അവിടെ മുഴുവനും തൂത്ത് വൃത്തിയാക്കി 3 മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചു. എന്നിട്ട് രമണ മഹർഷി അവരെ നോക്കി പറഞ്ഞു, ഇവിടെ നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറായി? 3 മണിക്കൂറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാണ് എൻ്റെ ദൈവം. രമണ മഹർഷി പറഞ്ഞു, ഇവരാണ് എൻ്റെ ദൈവം. എന്തുകൊണ്ടാണ് രമണ മഹർഷിക്ക് ഇവരാണ് എൻ്റെ ദൈവം എന്ന് പറയാൻ കഴിയുന്നത്? നമ്മളിവിടെ പറഞ്ഞ ആ തത്വത്തിലേക്ക് അദ്ദേഹം ഉണർന്ന് അതിൽ സ്ഥായീ ഭാവം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. തന്നിലെ താനായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ ആ കുഷ്ഠരോഗിയിലെ കൂടി കടന്നു പോകുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപവും തന്നിലെ താൻ തന്നെയാണ് ആ കുഷ്ഠരോഗികളും. ആ ഭാവത്തിലാണ് രമണ മഹർഷി കഴിഞ്ഞിരുന്നത്. ഇതാണ് ജ്ഞാനനില. ആ ജ്ഞാനനിലയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണർവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.